നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 378 378. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 13-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം മുതൽക്ക് അന്ന് പറയേണ്ടത്. അത് കിം വാം ഹോവേന ഉദ്ദിശ്യ ബ്രഹ്മദണ്ഡമയൂയുജൻ ദണ്ഡവ്രതധരേ രാജ്ഞി മുനയോ ധർമ്മഗോവിതാഹ. ഇതാണ് ശ്ലോകം. വേനലിൽ ഏതുവിധം ദോഷത്തെ ഉദ്ദേശിച്ചിട്ട് ദണ്ഡമാകുന്ന വ്രതത്തെ ധരിച്ചിരിക്കുന്ന രാജാവിൽ ധർമ്മജ്ഞന്മാരായ മുനിമാർ, ധർമ്മജ്ഞന്മാർ ശാപത്തെ ഉപയോഗിച്ചു എന്നാ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, വേനൻ രാജാവായതുകൊണ്ട് പ്രജാശാസനം അദ്ദേഹത്തിൻ്റെ സ്വധർമ്മമാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന രാജാവിനെ ശപിക്കുന്നത് ന്യായമല്ലെന്നുള്ള ധർമ്മശാസ്ത്രം അറിയുന്ന മുനിമാർ വേനനിൽ എന്തൊരു ദോഷത്തെ ഉദ്ദേശിച്ചാണ് ശാപം ഏൽപ്പിച്ചത് എന്നൊരു ചോദ്യമാണ് വിദുരർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ശ്ലോകം 23. ന അവധേയ, കൊല്ലാൻ പറ്റില്ല. ന അവധേയ പ്രജാപാല, രാജാവിനെ കൊല്ലാൻ പാടില്ല. പ്രജാഭിരഗവാനഭി യദസോ ലോകപാലാനാം വിഭക്തിയോ ഓജസ്വതേജസ, സ്വന്തം തേജസ് കൊണ്ട് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ പ്രജകളെ പരിപാലിക്കുന്നവൻ ദോഷമുള്ളവനായാൽ കൂടിയും പ്രജകളാൽ ധിക്കരിക്കപ്പെടുവാൻ പാടുള്ളവനല്ല. കാരണം രാജാവിന് 64 കലകളുണ്ട്. ഈശ്വരാംശജന എന്നാണ് പറയുക രാജാവ്. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ഇവൻ സ്വതേജസ് കൊണ്ട് ലോകപാലന്മാരുടെ ഓജസ്സിനെ ഭരിക്കുന്നു. ഓജസ്സിനെ ഭരിക്കുന്നു എന്നാ. ആഹാരം, അതിൽ നിന്ന് എന്തുണ്ടാവണോ? മനസ്സുണ്ടാവണോ. അതിൽ നിന്ന് രക്തം ഉണ്ടാവണോ. രക്തത്തിൽ നിന്ന് മജ്ജ ഉണ്ടാവണോ. മജ്ജയിൽ നിന്ന് ഓജസ് ഉണ്ടാവണം. ആ ഓജസ്സിൽ നിന്നാണ് തേജസ് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രജകൾ മുനിമാരെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് അവർ ശപിച്ചതെന്ന് വന്നുകൂടുവാൻ പാടില്ലെന്ന് സൂചിപ്പിക്കുന്നു. അതായത് എല്ലാറ്റിനും ഇറ്റ്സ് ഓൺ റീസൺസ്. കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ല, കാര്യമില്ലാണ്ട് കാരണം ഉണ്ടാവില്ല എന്ന തത്വപ്രകാരം പ്രജാപാലനത്തിനായി ദീക്ഷിച്ചിരിക്കുന്ന രാജാവിൽ ദോഷാംശം ഉണ്ടെങ്കിൽ കൂടെ പ്രജകൾ അദ്ദേഹത്തെ അപമാനിച്ചുകൂടാ. എന്തുകൊണ്ടെന്നാൽ രാജാവിൻ്റെ തേജസ്സിൽ ഇന്ദ്രാദി ലോകപാലന്മാരുടെ വീര്യം അടങ്ങിയിരിക്കുന്നുണ്ട്. വർഷമില്ലാതെ ഇരിക്കുന്ന കാലത്ത് വർഷാദികളെ ജനിപ്പിക്കുവാനുള്ള ശക്തി രാജാക്കന്മാരിൽ കാണാറുണ്ടല്ലോ. അപ്രകാരം രക്ഷിക്കുന്ന രാജാവിനെ വെറുക്കുന്നത് കൃതജ്ഞരായ പ്രജകളുടെ ധർമ്മമായിരിക്കയില്ല എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. 24-ാമത്തെ ശ്ലോകം. ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ സുനീത ആത്മചേഷ്ടിതം ശ്രദ്ധദാനായ ഭക്തായ ത്വം പരാപരവിത്തമാം. ഹേ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന മുനെ, സുനീതാപുത്രൻ്റെ വ്യാപാരമായ ഇതിനെ കേൾപ്പാൻ ശ്രദ്ധയുള്ള എന്നോട് പറഞ്ഞാലും കഴിഞ്ഞതും വരുവാനുള്ളതും അറിഞ്ഞവരിൽ ഉത്കൃഷ്ടന്മാരാണ് മുനീശ്വരന്മാർ. ത്രികാലജ്ഞാനികളാണ് അവർ. അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. അതുകൊണ്ട് ഹേ ബ്രഹ്മജ്ഞ, അതായത് മൈത്രേയ മഹർഷിനെ കേട്ടോ വിദുരർ പറഞ്ഞത്, ബ്രഹ്മജ്ഞ
സുനീതാപുത്രനായ വേനൻ്റെ ദുർവ്യാപാരം ഏതുവിധമായിരുന്നുവെന്നതിനെ ശ്രദ്ധയും ഭക്തിയുമുള്ള എന്നോട് അരുളി ചെയ്യണം. വളരെ ശ്രദ്ധിക്കണം. കേൾക്കുന്നവൻ്റെ പ്രീ ക്വാളിഫിക്കേഷനാണ് ശ്രദ്ധ, ഭക്തി ഉള്ളവരോട് പറയാൻ പാടുള്ളൂ എന്നാണ്. ശ്രദ്ധാഭക്തി ഇല്ലാത്തവരോട് സംസാരിക്കാൻ പാടില്ല. കഴിഞ്ഞതും കഴിയുന്നതും വരാൻ പോകുന്നതിനും അറിയുന്നവർ വെച്ച ഉത്തമനായ നെന്തിനു വേണ്ടി അതൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ എന്ന് വിദുരർ പറയാണ്. അപ്പോൾ മൈത്രേയ ഉവാചാം 25-ാമത്തെ ശ്ലോകം. അംഗോ അശ്വമേധം രാജർഷിർരാജഹാരമഹാക്രതും ന അജന്മുർദേവതാസ്തസ്മിൻ ആഹൂത ബ്രഹ്മവാദിഭി. രാജർഷിയായ അങ്കൻ യാഗങ്ങളിൽ വെച്ച് മഹത്തായിരിക്കുന്ന അശ്വമേധത്തെ ആരംഭിച്ചു. ആ യാഗത്തിൽ വെച്ച് മന്ത്രജ്ഞന്മാരാൽ ആഹ്വാനം ചെയ്യപ്പെട്ട ദേവതകൾ ആഗമിച്ചില്ല, വന്നില്ല. കാരണം നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, വേണ്ട വിധത്തിലായില്ല എന്നാണ് പറഞ്ഞത്. വിദുരരുടെ ചോദ്യത്തിന് മൈത്രേയൻ വിസ്താരമായി മറുപടി പറയുന്നു എന്നാണ്. എങ്ങനെ? രാജാവായിരുന്നാലും ഋഷിതുല്യനായ അംഗരാജാവ് യാഗങ്ങളിൽ വെച്ച് മഹത്തായ അശ്വമേധം ആരംഭിച്ചു. ആ യാഗത്തിൽ വേദമന്ത്രങ്ങളെ നന്നായി അറിയുന്ന ഋത്വിക്കുകളാൽ യാഗഭാഗം സ്വീകരിപ്പാനായി വിളിക്കപ്പെട്ട ദേവതകൾ വന്നില്ല എന്നാണ് പറഞ്ഞത്, ആഗമിച്ചില്ല. 26-ാമത്തെ ശ്ലോകം. തം ഊജുർ വിസ്മിതാസ്തത്ര യജമാനം അർത്ഥദ്വിജാ ഹവീം ഷീഹൂയമാനാനി നതേ ഗൃണ്ണന്തി ദേവതാഹ. ആശ്ചര്യയുക്തന്മാരായ ആചാര്യന്മാർ, കേമന്മാരാണവർ, അനന്തരം യജമാനനായ അവനോട് പറഞ്ഞു, ഹോമിക്കപ്പെടുന്ന അങ്ങയുടെ ഹവിസ്സുകളെ ദേവതകൾ ഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ ഭാവാർത്ഥം, കർമ്മം നടത്തുന്ന ആചാര്യന്മാർക്ക് ആശ്ചര്യം തോന്നി. ഇതേവരെ അങ്ങനെ ഉണ്ടായില്ല. അവർ യജമാനനായ അംഗരാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ഹോമിക്കുന്ന ഹവിസ്സുകളെ ദേവന്മാർ സ്വീകരിക്കുന്നില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സർക്യൂട്ട് ബ്രേക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. 27-ാമത്തെ ശ്ലോകം. രാജൻ ഹവീംഷ്യദുഷ്ടാനി ശ്രദ്ധയാ ആസാദിതാനി തേ ചന്ദാംശയാദയാമാനി യോജിതാനി ധൃതവ്രതേ. ഹേ രാജാവേ, ഹവിസ്സുകൾ ദുഷിച്ചവയല്ല, അങ്ങയാൽ ശ്രദ്ധയോടുകൂടെ പ്രാപിക്കപ്പെട്ട മന്ത്രങ്ങൾ സ്ഖലാദിത്യാദി ദോഷരഹിതങ്ങളാണ്. അതായത് മന്ത്രങ്ങളൊന്നും ശബ്ദം പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. വ്രതം ധരിച്ചിരിക്കുന്ന ഞങ്ങളാൽ ഹോമിക്കപ്പെട്ടവ സ്വീകരിക്കപ്പെട്ടില്ല. അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. ദേവന്മാർ സ്വീകരിക്കാത്തത് ഹവിസിൽ ദോഷമുള്ളത് കൊണ്ടാണെന്ന് ശങ്കിക്കേണ്ട. യാതൊരു ദോഷവും ഇല്ലാതിരിക്കുന്ന ഹവിസ്സുകളാണ് ഹോമിക്കുന്നത്. യജമാനനായ അങ്ങയുടെ ശ്രദ്ധാശൈഥില്യമായിരിക്കുമോ സ്വീകരിപ്പാൻ കാരണമെന്നും വിചാരിക്കേണ്ട. അങ്ങയാൽ ശ്രദ്ധാപൂർവം ഉണ്ടാക്കപ്പെട്ടവ തന്നെ. മന്ത്രങ്ങളെ ഉച്ചരിക്കുന്നതിൽ വർണ്ണങ്ങൾക്കോ സ്വരങ്ങൾക്കോ തടസ്സങ്ങൾ നേരിട്ടിരിക്കുമോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. എന്താണ് പേജ് നമ്പർ 287 സ്വരം. അതായത് മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ദീർഘം, പ്ലുതം ഇതൊക്കെ മനസ്സിലാക്കണം. അതാണ് ഈ സംസ്കൃതം അറിയാണ്ട് മന്ത്രം ജപിക്കരുത്. എന്നാ നാമം ചെല്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ പറഞ്ഞു, യാതൊരു ദോഷവുമില്ലാത്ത വിധം ഞങ്ങൾ മന്ത്രങ്ങളെ ഉച്ചരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നിഷ്ഠ പോരാത്തത് കൊണ്ടായിരിക്കുമോ എന്ന് മോഹിക്കേണ്ട. ഞങ്ങളുടെ വ്രതത്തിന് യാതൊരു ഭംഗവും നേരിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. 28. ന വിദാം ഏഹ ദേവാനാം ഹേളനം വയമണ്വഭി യന്ന ഗൃണ്ണന്തി ഭാഗാൻ സ്വാൻ യേ ദേവാ കർമ്മസാക്ഷിണാം.
കർമാംഗഭൂതന്മാരായ കർമ്മം അംഗഭൂതന്മാരായ ദേവന്മാർ യാതൊരുവരോ അവർ അവരുടെ ഭാഗങ്ങളെ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ലയോ? ദേവന്മാരുടെ നേർക്ക് ചെയ്തതായ വണക്കമില്ലായ്മ അണുമാത്രം ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ദേവന്മാരെ അണുമാത്രമെങ്കിലും ധിക്കരിച്ചതായിട്ട് ഞങ്ങൾ അറിയുന്നില്ല. കർമ്മസാക്ഷികളായ ദേവന്മാർ അവരുടെ ഭാഗങ്ങളെ സ്വീകരിക്കാതിരിപ്പാൻ എന്താണ് കാരണമെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഇവിടെ അവരുടെ ദേവന്മാർ അവരുടെ ഭാഗങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും അനവരതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ സാക്ഷി ആരാ? ദേവന്മാർ. അവരെവിടെയാ? നമ്മുടെ ഉള്ളിലുണ്ട്, പുറത്തുമുണ്ട്. വായുദേവൻ, പിന്നെ വരുണൻ, അഗ്നിദേവൻ, പിന്നെ സാക്ഷാൽ ഈശ്വരൻ ഉണ്ടേനി. അപ്പം നമ്മൾ ഇതൊരു ശരീരശാസ്ത്രമാണ് എന്നെങ്കിലും മനസ്സിലാക്കായിരുന്നു എല്ലാവരും. ഭാഗവതം നമ്മുടെ ശരീരം ഭഗവാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തെ ഒരു രഥമായിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇല്ലെങ്കിൽ ഈ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മൈത്രേയ ഉവാച 29ാമത്തെ ശ്ലോകം. അംഗോ ദ്വിജവച ശ്രുത്വാ യജമാനസുധർമ്മന തൽപ്രഷ്ടും വിസൃജദ്വാ വാചം സദസ്യാം സതനുജ്ഞയാം. ബ്രാഹ്മണവാക്യത്തെ കേട്ടിട്ട് ഏറ്റവും മനസ്സുഖമില്ലാതെയായ യജമാനനായ അംഗൻ സദസ്യരോട് അതിന് ചോദിപ്പാനായിക്കൊണ്ട് അവരുടെ അനുവാദത്തോടുകൂടെ വാക്കിനെ ഉപയോഗിച്ചു. ആരുടെ അനുവാദം? ഋത്വിക്കുകളുടെ അനുവാദം ചോദിച്ചുകൊണ്ട് സദസ്യരോട് ചോദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കഥ അറിയോ എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. യജ്ഞഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് മൗനവ്രതം യജമാനൻ ദീക്ഷിച്ചിരിക്കുന്നതാണ് സാധാരണ സമ്പ്രദായം. ആ സ്ഥിതിയിലിരിക്കുന്ന യജമാനനായ അംഗരാജാവ് ഋത്വിക്കുകളുടെ വാക്ക് ഈ വിധം കേട്ടപ്പോൾ മനസ്സുഖമില്ലാതെ ദോഷമെന്തായിരിക്കുമെന്ന് സദസ്യന്മാരോട് ചോദിപ്പാനായിട്ട് അവരുടെ അനുവാദപ്രകാരം മൗനവ്രതത്തെ ഉപേക്ഷിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ എല്ലാത്തിനും ഒരു പ്രോട്ടോക്കോളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ വിട്ട് ചെയ്യാൻ പാടില്ല. ഒരാൾ പാർലമെൻറ്റിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും അയാളുടെ ഭാഗം അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ ശാന്തന്മാരായിട്ട് ഇരുന്ന് കേൾക്കണം. അല്ലാതെ കണ്ട് കൂക്കി വിളിച്ച് ലഹളയുണ്ടാക്കിയല്ല വേണ്ടത്. ആരായിക്കോട്ടെ. അടുത്ത ശ്ലോകം 30. അതെന്താ പറഞ്ഞത്? നാഗചന്ധ്യാഹുതാ ദേവ ന ഗൃഹന്തി ഗ്രഹാനിഹ സദസത്പദയോ ഭ്രൂത കിം അവദ്യം മയാ കൃതം. വിളിക്കപ്പെട്ട ദേവന്മാർ ആഗമിക്കുന്നില്ല, ഈ യാഗത്തിൽ സോമപാത്രങ്ങളെ സ്വീകരിക്കുന്നില്ല. ഹേ സദസ്സിലെ നാഥന്മാരെ, എന്നാൽ എന്തൊരു ദോഷം ചെയ്യപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറഞ്ഞാലും. അത്രയുണ്ട്. അപ്പോൾ പറയണു, ഹേ സദസ്സിൻ്റെ നാഥന്മാരെ, ഈ യാഗത്തിൽ വിളിക്കപ്പെട്ട ദേവന്മാർ വരാതിരിപ്പാനും അവർക്കായി സമർപ്പിച്ച സോമപാത്രങ്ങളെ സ്വീകരിക്കാതിരിപ്പാനും ഞാൻ എന്തൊരു ദോഷമാണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ പറയണം, അറിയുമെങ്കിൽ എന്നായി. സദസത്പദയാ ഊജു, സദസ്സിലുണ്ടായിരിക്കുന്ന ആൾക്കാർ പറയാണ്. ശ്ലോകം 31. നരദേവേഹ ഭവതോ ന അഘം തവാൻ മനാക്സ്ഥിതം അസ്തേക്യം പ്രാക്തം അനഘം പ്രാക്തൻ അനഘം യതി ഹേദ്യക്തമപ്രജാം. ഹേ രാജാവേ, ഈ ജന്മത്തിൽ ഭവാന് അല്പവും പാപം ഇല്ല. മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള ഏക അഘം ഒരു പാപമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ജന്മത്തിൽ മുൻജന്മത്തിൽ ഈ ജന്മത്തിൽ
ഇപ്രകാരം ഇരിക്കുന്ന അങ്ങ് പ്രജാഹീനനായിരിക്കുന്നു. അതാണ് കുട്ടികളില്ലാത്തവർ യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യാൻ പാടില്ല എന്നൊരു ഇതുണ്ട്. സദസത്പതികൾ പറഞ്ഞു, ഹേ രാജൻ, ഈ ജന്മത്തിൽ ധർമ്മം തെറ്റാതെയിരിക്കുന്ന അങ്ങയ്ക്ക് യാതൊരു പാപവുമില്ല. എന്നാൽ ജന്മാന്തരകൃതമായ ഒരു പാപമുണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. എങ്ങനെ അത് അറിഞ്ഞുവെന്നാൽ പറയാം. ഇപ്രകാരം ധാർമ്മികനായ അങ്ങയ്ക്ക് ഈ ജന്മത്തിൽ സന്താനമുണ്ടായിട്ടില്ലല്ലോ. സന്താനമല്ലേ വംശത്തെ നിലനിർത്തുന്നത്? വംശത്തെ നിലനിർത്തുന്നത് സത്സന്താനങ്ങളാണ്. അതില്ലാതിരിക്കുന്നതിനാൽ ജന്മാന്തരത്തിൽ സ്വധർമ്മത്തെ വേണ്ടതുപോലെ നടത്തിയിട്ടില്ലെന്ന കാര്യത്തിൽ കാരണത്തെ അനുമാനിക്കാം എന്നുള്ള ന്യായത്താൽ അറിഞ്ഞുകൊള്ളണം. അപ്പോൾ വിഷ്ണു പുരാണത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ധാരാളം വിഷ്ണു പൂജ ചെയ്ത് വിഷ്ണുവിൻ്റെ പ്രീതി നേടിയവർക്കാണ് അടുത്ത ജന്മത്തിൽ കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഈ ജന്മത്തിൽ കുട്ടികളില്ലാത്തവരുടെ അച്ഛനമ്മമാരെ സത്യത്തിൽ ഭാഗ്യവാന്മാരാണെന്നാണ് ഭാഗവതം പറഞ്ഞത്. കാരണം ഇതൊക്കെ കൂട്ടി വായിക്കാൻ സാധിക്കണം നമ്മൾക്ക്. അപ്പോൾ അടുത്തതെന്താ? 32ാമത്തെ ശ്ലോകം. തഥാ സാധയ ഭദ്രം തേ ആത്മാനം സുപ്രജം നൃപ ഇഷ്ടസ്തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക്ക്. ആത്മാവിനെ ശോഭനമായ പ്രജയോടുകൂടിയവനായിട്ട് അപ്രകാരം സാധിച്ചാലും അങ്ങയ്ക്ക് മംഗളം. പുത്രൻ്റെ ആഗ്രഹത്തോടു കൂടിയ അങ്ങയാൽ യജിക്കപ്പെട്ട യജ്ഞത്തിന് സ്വീകരിക്കുന്ന ഭഗവാൻ പുത്രനെ നൽകുന്ന പറഞ്ഞത്. ഏതൊരു ജഗദീശ്വര പ്രഭാവമാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം എന്നുള്ള രീതിയിൽ പെരുമാറുന്നത്, ആ ചൈതന്യം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കും. അതിന് വിശ്വാസം ഉണ്ടായാൽ മതി, ആത്മനിർവൃതി നേടാൻ സാധിക്കും. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത് എന്താണ്? അതുകൊണ്ട് അങ്ങ് സൽപുത്രനെ സമ്പാദിപ്പാനായി ശ്രമിക്കുക. എന്നാൽ ദേവന്മാർ യാഗങ്ങളെ സ്വീകരിക്കും. പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട് ശ്രീഹരിയെ തന്നെ യാഗം ചെയ്യുക. ആ യാഗത്തെ ഭഗവാൻ സ്വീകരിച്ച് അങ്ങയ്ക്ക് പുത്രനെ നൽകും എന്ന് സദസ്യർ പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം 33 എന്താണ്? തഥാ സ്വഭാഗതേയാനി ഗ്രഹീഷ്യന്തി ദിവൗഹസാ യജ്ഞപുരുഷ സാക്ഷാത് അപത്യായ ഹരിർവൃതാ. എന്താർത്ഥം? അപ്രകാരം ദേവന്മാർ അവരുടെ ഭാഗങ്ങളെ എന്തുകൊണ്ടെന്നാൽ യാഗഫലദാതാവായ സാക്ഷാൽ ശ്രീഹരി സന്താനത്തിനായി കൊണ്ട് വരിക്കപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞ് നിർത്തി അവിടെ. അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? സാക്ഷാൽ ശ്രീഹരിയെ സന്താനാർത്ഥം അങ്ങ് വരിക്കുമ്പോൾ ഭഗവാൻ പ്രസാദിക്കും. ശ്രീഹരി പ്രസാദം ലഭിച്ചാൽ ദേവന്മാർ അവരുടെ ഭാഗങ്ങളെ സ്വീകരിച്ചുകൊള്ളും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്താ? ശ്രീഹരി ഭജനം തന്നെയാണ്. ശ്രീഹരിനെ സന്തോഷിപ്പിക്കുക. 34 താം സ്ഥാൻ കാമാൻ ഹരിർദ്ധ്യാൻ യാൻ കാമയതേ ജന ആരാധിതോ യത് വൈഷാ തഥാ പുംസാം ഫലോദയാം. യാതൊരു പ്രകാരത്തിൽ ഇവൻ ആരാധിക്കപ്പെടുന്നുവോ, ആരെ? ഈ അംഗരാജാവിനെ. അപ്രകാരം പുമാന്മാരുടെ ഫലത്തിൻ്റെ ഉദയം യാതൊന്നിനെ കാമിക്കുന്നുവോ അതാതിനെ ഭഗവാൻ ദാനം ചെയ്യുന്നു. എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ തരാതേണ്ടിരിക്കില്ല. പുത്രാർത്ഥം ചെയ്യപ്പെടുന്ന യാഗവും വ്യർത്ഥമാകുമോ എന്ന് ശങ്കിക്കേണ്ട. പുരുഷൻ ഏതേത് വിധത്തിൽ ശ്രീഹരിയെ ആരാധിക്കുന്നുവോ അതാത് വിധത്തിലുള്ള ഫലപ്രാപ്തി ആരാധകന്മാർക്ക് ഉണ്ടാകും എന്നത് വേദസിദ്ധാന്തമാണ്, വേദത്തിലെ സിദ്ധാന്തമാണ്. ആരാധിക്കുന്ന ജനം ഏതേത് വിഷയങ്ങളെ ആഗ്രഹിക്കുന്നുവോ അതാത് ആഗ്രഹങ്ങളെ ശ്രീഹരി അവർക്ക് സാധിപ്പിക്കും. ഓരോരുത്തരുടെയും ഇംഗിതത്തിനനുസരിച്ചിട്ടുള്ള ജാലവിദ്യ, കൺകെട്ട്, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം മുതലായിട്ടുള്ളതൊക്കെ ആർക്കറിയാം? ഭഗവാൻ അറിയാം. അപ്പോൾ പറയണു
ഇതി വ്യവസിത വിപ്രാസ്തസ്യ രാജ്ഞാ പ്രജാതയേ പുരോടാംശം നിരപവൻ ശിവവിഷ്ടായ വിഷ്ണവേ. ഇപ്രകാരം നിശ്ചയിച്ച ബ്രാഹ്മണര് ആ രാജാവിനെ പ്രജയ്ക്കായിക്കൊണ്ട് പശുക്കളിൽ പ്രവേശിച്ചിരിക്കുന്ന വിഷ്ണുവിനായി കൊണ്ട് ഹവിസ്സിനെ ഹോമിച്ചു എന്നാണ്. എങ്ങനെ? പ്രജയ്ക്കായിക്കൊണ്ട് പശുക്കളിൽ പ്രവേശിച്ചിരിക്കുന്ന വിഷ്ണുവിനായി കൊണ്ട് ഹവിസ്സിനെ ഹോമിച്ചു എന്നാണ്. അതിൻ്റെ ഭാവാർത്ഥം വരുന്നുണ്ട്. സദസത്പതികളുടെ ഈ അഭിപ്രായം അനുസരിച്ച് കർമ്മം നടത്തുന്ന ബ്രാഹ്മണർ രാജാവിന് സന്താനമുണ്ടാവാനായിട്ട് യജ്ഞരൂപേണ പശുക്കളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിയെ ഉദ്ദേശിച്ച് ഹവിസ് ഉണ്ടാക്കി ഹോമിച്ചു. തസ്മാൽ പുരുഷ ഉത്തസ്തോ ഹേമമാല്യമലാംബരം ഹേമമാല്യാം മലാംബരാം ഹിരൺമയേന പാത്രേണ സിദ്ധമാതായ പായസം. ആ എന്താണെന്ന് പറയുക, അനുഷ്ഠാനത്തിൽ നിന്ന്, ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു പാത്രമായിട്ട് ശ്രീഹരിയെ ഉദ്ദേശിച്ച ഹവിസ് ഉണ്ടാക്കി ഹോമിച്ചു തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ 36 പാത്രേണ സിദ്ധമാതായ പായസം. പക്വമായ പായസത്തെ സ്വർണമയ പാത്രത്തിൽ എടുത്തിട്ട് നിർമ്മലങ്ങളായ വസ്ത്രങ്ങളോടുകൂടിയും സ്വർണമാല ധരിച്ചിരിക്കുന്നതുമായ പുരുഷൻ അതിൽ നിന്ന് പുറപ്പെട്ടു, അല്ലെങ്കിൽ ആ രഥത്തിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഭാവാർത്ഥം, പാകം ചെയ്തതായ പായസമെന്ന ഹവിസ്സിനെ സ്വർണ നിർമ്മിതമായ പാത്രത്തിൽ വഹിച്ചും കൊണ്ട് നിർമ്മലങ്ങളായ വസ്ത്രങ്ങളെയും സ്വർണമാലകളെയും ധരിപ്പിക്കുന്ന ഒരു പുരുഷൻ ആ മഹാഗ്നിയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെയ്യപ്പെടുന്ന ഹോമാദിയിലൊക്കെ നമ്മൾക്ക് എന്ത് വേണം? വിശ്വാസം വേണം. അടുത്തത് 37. സ വിപ്രാനുമതോ രാജാ ഗൃഹീത്വാഞ്ജലി നൗദനം അവഘ്രായമുദായുക്ത പ്രാദാത് പത്ന്യാ ഉദാരധി. ദാനത്തിൽ അധികം സന്തോഷമുള്ള ബുദ്ധിയോടുകൂടിയ, ദാനം എത്ര ചെയ്താലും മതിയാക്കാൻ പാടില്ല, ബുദ്ധിയോടുകൂടിയ ആ രാജാവ് ബ്രാഹ്മണരാൽ അനുമതന്മാരായിട്ട് പ്രയാസത്തെ 2 കൈകൾ കൊണ്ടും ഗ്രഹിച്ചിട്ട് സന്തോഷത്തോടു കൂടിയവനായിട്ട് മണത്തിന് ഭാര്യയ്ക്കായിക്കൊണ്ട് പ്രദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാവാർത്ഥം പറയാം. ബ്രാഹ്മണരുടെ അനുമതിയോടുകൂടി ആ രാജാവ് 2 കൈകൾ കൊണ്ടും ആ പായസം ഗ്രഹിച്ച് സന്തോഷത്തോടുകൂടെ ആഘ്രാണിച്ചു, അതായത് മണത്തു. ബ്രാഹ്മണർക്ക് സന്തോഷം വരുവാൻ തക്കവിധം അമിതമായ ദക്ഷിണ ചെയ്ത് തൻ്റെ പത്നിക്ക് പായസം നൽകിയതാണ്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.